മോദിയെ താഴെ ഇറക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇവിടെ മോദിയെ താഴെ ഇറക്കുക, ശരി, ആയിക്കോട്ടെ, ലക്ഷ്യമൊക്കെ ഓക്കെ. ഇവിടെ ഞാൻ ഇങ്ങോട്ട് ജനസഭയിലോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ബുള്ളറ്റിൽ ഇങ്ങനെ വരികയായിരുന്നു. റോഡ് സൈഡ് വലിയൊരു തവള ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തവളയുടെ വിചാരം എന്താ പറയുക, ഇപ്പം ആ ബുള്ളറ്റിനെ അട്ടിമറിച്ച് വീഴ്ത്തിയിടാന്നാണ്. ആ നെഞ്ചും പിരിച്ച് നിൽക്കുന്ന തവള വിചാരിക്കണത് ആ ബുള്ളറ്റിനെ ഇപ്പം മറച്ചിടാന്നാണ് വിചാരിക്കണത്. 4 കാലിൽ നിവർന്ന് നിൽക്കാൻ തൻ്റെ ഇടമില്ലാത്ത നട്ടലില്ലാത്ത ഊച്ചാളികളാണ് പറയുന്നത് മോദിയെ താഴെ ഇറക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, കളിച്ചോ, തരം നോക്കി കളിക്കണം, കളിച്ചോളൂ, തരം നോക്കി കളിക്കണം. കാരണം ഞങ്ങൾ ഒരു മിനിറ്റ് തീരട്ടെ. ഇവിടെ ഇവര് പറഞ്ഞു വർഗീയ പാർട്ടിയാണെന്ന്. യഥാർത്ഥത്തിൽ വർഗീയത പറയുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2014 ഇവര് പറഞ്ഞു ഗുജറാത്ത് ശൂലം ഭ്രൂണം, ഞങ്ങൾക്ക് 272 സീറ്റ് കിട്ടി. 2019 ഇവർ പറഞ്ഞു ബീഫ്, ഞങ്ങൾക്ക് 303 സീറ്റ് കിട്ടി. 2024 ഇവർ വീണ്ടും മണിപ്പൂർ വർഗീയത പറയുന്നു, ഞങ്ങൾക്ക് 400 സീറ്റ് ലഭിക്കും. 400 സീറ്റ്. നിങ്ങൾ എപ്പോഴൊക്കെ ഞങ്ങളെ എതിർത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനങ്ങൾ ഇരു കൈയും നീട്ടി ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 60 കൊല്ലം ഇന്ത്യ ഭരിച്ചു. ഇവിടെ CPM മത്സരിക്കുന്നത് 4 സീറ്റിന് വേണ്ടി, കോൺഗ്രസ് മത്സരിക്കുന്നത് 40 വേണ്ടി, ഞങ്ങൾ മത്സരിക്കുന്നത് 400 വേണ്ടിയാണ്. അപ്പോ വ്യക്തമാണ് ഞങ്ങളുടെ.